ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും രാവിലെ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിങ്കൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് ധ്യാനിപ്പാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യമാണ് ഇന്നലെ നാം ചിന്തിച്ചത്. ആ 3-ാമത്തെ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങളോട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 3-ാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഞാൻ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കും, മിസ്രയീം ദേശത്ത് എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും. ഞാൻ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കും. ഇവിടെ മനുഷ്യർ ദൈവ കാര്യങ്ങൾ സത്യദൈവത്തെ അറിയുവാനും സത്യദൈവത്തെ മനസ്സിലാക്കുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ ഒരു കാര്യമാണ് ഈ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയും അതുപോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുക എന്ന് പറയുന്നത്. വലിയവനായ ദൈവം പലപ്പോഴും വളരെ ശാന്തമായ രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ, അനുസരണത്തിൻ്റെ വഴിയിൽ ദൈവജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവരതിൽ കൂടെ പഠിച്ചില്ല എങ്കിൽ ദൈവം കഠിനമായ രീതിയിൽ ദൈവജനത്തെ പഠിപ്പിക്കുവാനായിട്ട് നോക്കും. ഈ കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് വലിയവനായ ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത്? നമുക്ക് ഈ 4-ാം അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം വരെ നാം നോക്കുമ്പോൾ ഏതാണ്ട് 20 പ്രാവശ്യം മോശയുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫറവോൻ്റെ ഹൃദയം പലപ്പോഴും ഫറവോൻ താൻ തന്നെ തൻ്റെ ഹൃദയം കഠിനപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ വലിയവനായ ദൈവം ആ ഹൃദയം കഠിനപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ വലിയവനായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചും ദൈവത്തിൻ്റെ ആധികാരികത്വം, പരമാധികാരം ജനങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടിയുമാണ് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നത്. നാം റോമാലേഖനം അതിൻ്റെ 9-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നാം കാണുന്നത്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം ഭൂമിയിലൊക്കെയും പ്രസ്താവിക്കേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളിച്ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവനെ അവൻ കഠിനമാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.